അതുപോലെ ചെയ്തു കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നടഭാഗം താഴെ നിന്ന് തന്നെ ജോയിന്റ് ചെയ്ത് കൊണ്ടുവരിക. ഇവിടെ സെന്ററൊക്കെ ഒന്ന് നോക്കണം, ഒപ്പായിരിക്കുമോ നോക്കുക. ഒപ്പാവണം. കട്ടിങ്ങിൽ ശ്രദ്ധിക്കുന്നത് ഒപ്പാക്കി കട്ട് ചെയ്യണം. ഇവിടെ ജോയിന്റ് ഒപ്പാക്കി പിടിച്ചിട്ട് ഏകദേശം സ്റ്റിച്ചിങ് കഴിഞ്ഞ് തുടങ്ങി. ഇനി അരക്ക് എലാസ്റ്റിക് ഫിറ്റ് ചെയ്യണം. താഴെ ഭാഗം മടക്കി അടിച്ചാൽ കഴിയും. ഇനി അടിഭാഗം മടക്കി അടിക്കുന്നതിന് വേണ്ടി നമുക്കൊന്ന് മറിച്ചിടുക, തിരിച്ചിട്ട് കൊടുക്കുക. തുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുത്തിക്കളഞ്ഞ് ലെവലാക്കുക. ഇനി അടിഭാഗം മടക്കി അടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് പട്ട വീതിയിൽ വേണമെങ്കിൽ 2 ഇഞ്ചൊക്കെ തുമ്പിട്ടിട്ട് വീതിയിൽ കൊടുക്കുക. ഇവിടെ ഞാൻ ചെറിയ വീതിയിൽ 2 ഇഞ്ച് എന്ന് പറയുമ്പോൾ അങ്ങനെ പിടിച്ചിട്ട് ഇതാണ് 2 ഇഞ്ച് വീതിയിൽ എന്ന് പറയുന്നത്. അങ്ങനെയും കൊടുക്കുക. ഇത് നമ്മൾ കുറഞ്ഞ തുണി കുറവായത് കൊണ്ട് കുറഞ്ഞ വീതിയിൽ മടക്കി അടിക്കാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിൽ തന്നെ മടക്കി അടിക്കുക. ഇതുപോലെ മറ്റേ കാലും അതേ വീതിയിൽ തന്നെ മടക്കുക, മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ചിങ് ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി അരക്ക് ബാക്ക് ഭാഗത്ത് എലാസ്റ്റിക് കൂടെ ഫിറ്റ് ചെയ്താൽ റെഡിയായി. ഇതാണ് കണ്ട മിഡി എന്ന് തോന്നുന്ന പലാസോ. അരക്ക് എലാസ്റ്റിക് ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. എലാസ്റ്റിക് ഇവിടെ ഉണ്ടായിരുന്നു, നോക്കട്ടെ. എലാസ്റ്റിക് ഇനി നമ്മൾ ഉണല്ലേ മൊത്തം അരവണ്ണം നോക്കുക. അതിന് എലാസ്റ്റിക് ഇതിന്റെ പകുതിയിൽ ഇങ്ങനെ പിടിക്കുക. ബാക്ക് ഭാഗത്തിന്റെ ഒരു 4/1 എന്ന് പറയുന്ന ഭാഗം പിടിച്ചു നോക്കിയിട്ട് നമുക്ക് വലിച്ചു പിടിച്ചു നോക്കുക, എത്തും. അപ്പൊ ആ രീതിയിൽ എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ അരവണ്ണം നോക്കിയിട്ട് അതിന്റെ 4/1 എടുത്താലും. ഇനി എലാസ്റ്റിക് ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് കാണിച്ചു. ഇവിടെ വേണമെങ്കിൽ എലാസ്റ്റിക്കിന്റെ വീതി കണക്കാക്കിയിട്ട് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. തുമ്പ് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മള്. ഇനി ബാക്കിന്റെ തുമ്പില് എലാസ്റ്റിക് വെച്ച്
എലാസ്റ്റിക്കിന് ചെരി മേൽഭാഗം താഴ്ഭാഗം ഉണ്ടാവും, റൗണ്ടിങ് വരും, ഇതിലോട്ട് തള്ളിയിട്ടുണ്ട് ഒരു ഭാഗം നേരെ നോക്കിയിട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ നോക്കണം. ഇട്ടിട്ട് എലാസ്റ്റിക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡ് ടൈറ്റ് ചെയ്യുക, ഫിക്സ് ചെയ്ത് കൊടുക്കുക. എലാസ്റ്റിക്കിനെ ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് എടുത്തിട്ട് ഇവിടെയും മറു സൈഡും എലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഈ തുമ്പിനെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ ചേർത്ത് പിടിച്ചു കൊടുക്കുക. പട്ടന്റെ വീതിക്ക് കണക്കാക്കിയിട്ട് അതേ ലെവലിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ എലാസ്റ്റിക്കുമ്പോൾ തട്ടാതെ ശ്രദ്ധിക്കണം. എലാസ്റ്റിക്കുമ്പോൾ തട്ടിയാൽ വലിച്ചിട്ടില്ല. എലാസ്റ്റിക്കുമ്പോൾ കുടുങ്ങുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. എലാസ്റ്റിക്കുമ്പോൾ കുടുങ്ങാതെ വലിച്ചെടുക്കുക. ഇനി എലാസ്റ്റിക്കിനെ ഒന്ന് വലിച്ച ലെവൽ ചെയ്തിട്ട് എലാസ്റ്റിക്കിന്റെ സെന്ററിൽ നേരെ വെച്ചിട്ട് സെന്ററിൽ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ അടിക്കുമ്പോൾ ഒപ്പം വലിച്ചു കൊടുത്തിട്ട് വേണം ചെയ്യാൻ. മിഡി എന്ന് തോന്നുന്ന പലാസോ പാന്റിന്റെ സ്റ്റിച്ചിങ് തീർന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.